രാവിലെ മുതൽ ഈ പക്ഷിക്കുഞ്ഞിന്ന് ഒരു 5 മണിയായപ്പോ ജനലിന്റെ അടുത്ത് വന്ന് കരയാൻ തുടങ്ങിയതാണ് കേട്ടോ. പോകുന്നേ ഇല്ല, ഇന്ന് ഫുൾ ഇവിടെ ഇന്ന് കരച്ചിലാണ്. ഹായ് കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഭംഗിയുള്ള ഓർണമെന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സാരീന്റെ കൂടെ ഇടാൻ പറ്റുന്നതും, അതുപോലെ എല്ലാ ജീൻസിന്റെ ടോപ്പിന്റെ കൂടെ, അല്ലെങ്കിൽ മിഡി ടോപ്പിന്റെ കൂടെ, സെറ്റ് സാരീന്റെ കൂടെ ഇടാൻ പറ്റുന്ന, അങ്ങനെ എല്ലാ ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സിന്റെ കൂടെ ഇടാൻ പറ്റുന്ന ഭംഗിയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ പെട്ട കുറച്ചെണ്ണം ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ ഓർത്തിട്ടാണ്. ഇത് കണ്ടോ, ടെറാക്കോട്ട സ്റ്റോണിന്റെ ആണ് ഇത്. എന്തൊരു ഭംഗിയാണ് ഇത്. കുറച്ചും കൂടി ലെന്ത് കൂട്ടാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ് കൂട്ടുകാരെ. ഇതിപ്പോ ഒരു സെറ്റ് സാരീന്റെ കൂടെ ആണെങ്കിലും മാച്ചായി പോകും. ഇങ്ങനത്തെ സാധാരണ സാരിയുടെ കൂടെ ഒക്കെ അങ്ങ് മാച്ചായി പോകുന്ന വിധത്തിൽ ഭംഗിയുള്ള ടെറാക്കോട്ട സ്റ്റോൺ, അതാണ് പ്രത്യേകത. ഭയങ്കര ഒരു ക്ലാസി ലുക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സിന്റെ കൂടെ മാച്ചായി പോകും. അങ്ങനെയാണ്. അപ്പൊ ഞാൻ വേറെ കുറച്ച് ആഭരണങ്ങൾ കൂടി സെയിം സാരി എടുത്തിട്ട് കാണിച്ചു തരാം, ഇതിന്റെ കൂടെ ചേർന്ന് പോകുന്ന വിധത്തിലുള്ള. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ആഭരണങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് വന്ന് നോക്കിയോളൂ. സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കാറ്റലോഗിൽ കയറി നോക്കിയാൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും കാണാം. ഇല്ലെങ്കിൽ എനിക്കൊരു ഹായ് വിട്ടോളൂ, നമുക്ക് അവിടെ ആഭരണങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഒത്തിരി സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഹെൽത്ത് പ്രോഡക്റ്റുകളും, മില്ലറ്റും, സ്പൈസസും, ചെടികളും, ഡ്രസ്സും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കാറ്റലോഗിലേക്ക് ഒന്ന് വന്ന് നോക്കിക്കോളൂ. ഇതിപ്പോ ടെറാക്കോട്ട സ്റ്റോണിൽ പെട്ടതാണ്. കുറെ കൂടി നീളം കൂട്ടാം. ഇയർ ജ്വല്ലറി ഉണ്ട് വലിപ്പമുള്ളത്. ആ കൂടെ ഇതും കൂടി ഏത് സാരിന്റെ കൂടെ അങ്ങ് മാച്ചായി പോകുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങൾ വാട്സപ്പിലേക്ക് ഒന്ന് വായോ. കുറച്ച് പിള്ളേരെ എന്നോട് വാട്സപ്പില് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി സാരി ഉടുത്തിട്ടൊരു വീഡിയോ ചെയ്യൂ, സാരി ഉടുക്കുന്നത് എങ്ങനെയെന്ന്, നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് എങ്ങനെ സാരി ഉടുക്കാന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവോ, പിന്നെ അതിന്റെ ടിപ്സുകളൊക്കെ ചേച്ചി എങ്ങനെയാ, അതിന് എന്തൊക്കെ ട്രിക്കുകൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്യാവോ കേട്ടോ. പണ്ട് ചേച്ചി സാരി ഉടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അത് കാണുന്നില്ല എന്ന്. പഴയ വീഡിയോസ് എല്ലാം ഞാൻ ഡിലേറ്റ് ആക്കി കളഞ്ഞായിരുന്നു. കാരണം അതൊരു ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു രീതിയിലൊക്കെ എടുത്തുകൊണ്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്, പിന്നെ എന്റെ ചാനൽ എന്തോ സ്ട്രക്ക് ആയ പോലെ ആയപ്പോൾ കുറെ പേര് പറഞ്ഞു ഓൾഡ് വീഡിയോസ് ഒക്കെ ഡിലേറ്റ് ആക്കിയിട്ടുണ്ട്, ഈ ചാനൽ നന്നായിട്ട് ആ ഒരു സ്ട്രക്ക് ആയത്, അത് ആ പ്രശ്നം മാറുമെന്ന്. അത് കേട്ടിട്ട് ഞാൻ അതെല്ലാം കൂടി ഡിലേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാരിറ്റി ഇല്ലായിരുന്നു പണ്ടത്തെ വീഡിയോസിനൊക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ സാരി ഉടുക്കുന്ന വീഡിയോ ഒക്കെ പോയി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സാരി ഉടുക്കുന്ന സാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ച് കോട്ടൺ മിക്സ് ആയിട്ടുള്ള സാരി, ഇപ്പൊ ഞാനൊക്കെ ഉടുത്തിരിക്കുന്ന പോലത്തെ ആണെങ്കിൽ അതായിരിക്കും കൂടുതൽ നമുക്ക് കുറച്ച് ഇട്ടുകൊണ്ട് നടക്കാൻ കംഫർട്ട്. ഇപ്പൊ ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഈ ഭയങ്കരമായിട്ട് കട്ടിയുള്ളതും തിളക്കമുള്ളതും ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് അസ്വസ്ഥത കൂടുതലായിരിക്കും ആ ഒരു രീതിയിൽ. അപ്പൊ ഞാനിപ്പോഴും ചൂസ് ചെയ്യുന്നത് വില നോക്കിയിട്ടല്ല, ഇതുപോലെ ഭയങ്കര കംഫർട്ടായിട്ട് ഉടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അങ്ങനത്തെ സാരീസ് ആണ് ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിന് കുറച്ച് ടിപ്പുകളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഈ ഭാഗത്തൊക്കെ നമ്മൾ ഞൊറി എടുക്കുമ്പോൾ തീരെ ചെറിയ ഞൊറികൾ എടുക്കുക. ഞാൻ മിനിമം 7 ഞൊറിയെങ്കിലും എടുക്കും. ചിലവരൊക്കെ 5 എണ്ണം ഒക്കെ എടുക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ 7 എണ്ണം എന്തായാലും എടുക്കും കേട്ടോ. അപ്പൊ ചെറിയ ചെറിയ ഞൊറികൾ എടുക്കും. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ, ഞാനത് സാരി ഉടുക്കുന്നതായിട്ട് ഒരു വീഡിയോ ചെയ്യാം, അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ പിന്ന് കുത്തിയിട്ട് ഞൊറിഞ്ഞ് ആ ഒരു രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഈ ഭാഗം വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ആദ്യത്തെ ഞൊറി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് ഇവിടെ ഒരു പിന്ന് കുത്തും അകത്ത്. ആ ഒരു രീതിയിലാകുമ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ വീതിയിൽ സ്ട്രെയിറ്റിൽ ഇരിക്കും. വീതിയല്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഉടുക്കുന്നതല്ല. ചിലവർ ഇവിടം വരെ കയറ്റി ഇങ്ങനെ കഴുത്തിലേക്ക് കയറ്റി കൊടുക്കുന്ന, അന്നേരം ആ സാരീന്റെ ഭംഗി അങ്ങ് കുറഞ്ഞു പോകും പോലെ തോന്നും. അപ്പൊ ആ രീതിക്ക് അപ്പൊ നമ്മൾ കുറച്ച് താത്തിയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പിന്ന് കുത്തിയിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തത്. പിന്നെ താഴേക്കാണെങ്കിൽ നന്നായിട്ട് ഞൊറിയെടുക്കും. പിന്നെ ഈ ഒരു ഭാഗം, പിന്നെ ഈ ഒരു ഭാഗത്തിന്റെ ഷേപ്പ് നമ്മൾ മുകളിലല്ല നമ്മൾ ഞൊറികളെല്ലാം പിടിക്കേണ്ടത്, താഴേക്കാണ് ഈ ഞൊറികളെല്ലാം പിടിച്ച് നല്ല അറേഞ്ച് ചെയ്ത് ആ ഒരു രീതിയിൽ താഴേക്കാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോഴും സാരി എടുക്കുമ്പോൾ 2 അടിപ്പാവട ഇടും. അത് ഒരെണ്ണം നമ്മൾ സാധാരണ പോലെ ഉപയോഗിക്കുന്ന സാരി കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അടിപ്പാവട, പിന്നെ ഒരെണ്ണം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച് ഒരു ഫിഷ് കട്ടുള്ള അടിപ്പാവടയും കൂടി മേടിക്കുക. അപ്പൊ ഈ 2 എണ്ണം കൂടി ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് സാരി ഉടുക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പേഴ്സണലി. ആ ഒരു ഫിഷ് കട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര കുഴൽ പോലെയുള്ളത് മേടിച്ചാൽ നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടാവും. അതുപോലെയല്ല ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് വീതിയുള്ള ടൈപ്പാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് അതിന്റെ ലിങ്ക് ഇടാം, നിങ്ങൾ കയറി നോക്കിക്കോളൂ. ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ നിന്ന് എവിടുന്ന് മേടിച്ചാൽ അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരമാകും. അങ്ങനെ 2 അടിപ്പാവട ഞാൻ ഇടാറുണ്ട്. പിന്നെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഏത് ചെരുപ്പാണോ സാരി ഉടുത്തു കഴിഞ്ഞിട്ട് പുറത്തു പോകാനോ ഇടാൻ ഉദ്ദേശിക്കുന്നത്, ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് നിന്ന് സാരി ഉടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഒന്നുകിൽ സാരീന്റെ നീളം താഴോട്ട് ഭയങ്കര കൂടി കിടപ്പുണ്ടാവും, അത് ബുദ്ധിമുട്ടാവും. ഇല്ലെങ്കിൽ കുറെ പൊങ്ങി നിപ്പുണ്ടാവും. പിന്നെ നമ്മൾ ചെരുപ്പിട്ട് കഴിയുമ്പോൾ സാരി കുറെ പൊങ്ങി നിപ്പുണ്ടാവും, അത് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെരുപ്പാണോ ഇടാൻ ഉദ്ദേശിച്ചേക്കണം, ആ ചെരുപ്പ് ഇപ്പം ഒരു വട്ടമൊക്കെ പുറമെ ഇട്ട ചെരുപ്പാണെങ്കിൽ ഒരു
പേപ്പറോ ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിന്റെ മുകളിൽ അങ്ങ് ഇട്ടിട്ട് നിൽക്കുക. അങ്ങനെ നിന്നിട്ട് സാരി ഉടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ വൃത്തിയായിട്ട് വരിക. ഇത് എന്തായാലും ഞാൻ ഫുള്ളായിട്ട് സാരി ഉടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് അതിന്റെ പോയിന്റുകളൊക്കെ കൂടുതൽ ഞാൻ എങ്ങനെ ഉടുക്കുന്നതെന്നുള്ള രീതികളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എല്ലാം ഞൊറിഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഈ രണ്ടാമത്തെ പ്ലേറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഈ സാരിക്കകത്തോടെ തന്നെ കഴിച്ചിട്ട് ബ്ലൗസിലേക്ക് ഒരു പിന്നും കൊണ്ട് സെക്യൂർ ചെയ്ത് വെക്കും. അപ്പൊ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി ഭംഗിയായിട്ട് ആ ഞൊറി അങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കോളും. അപ്പൊ അതൊരു ടിപ്പാണ്. ആ ഒരു രീതി ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനത്തെ കുറച്ച് ടിപ്പുകളൊക്കെയാണ് ഞാൻ സാരി ഉടുക്കുമ്പോൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത മെറ്റീരിയൽ കുറച്ചൊക്കെ ബാധിക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കുറച്ച് ഞൊറിയൊക്കെ പിടിച്ചാൽ കിട്ടുന്ന ടൈപ്പ് മേടിക്കുവാണെങ്കിൽ, ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് മേടിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് സാരി ഉടുക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ സാരി ഉടുക്കുമ്പോൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ. ഇനിയിപ്പോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം ഒരു സാരി ഉടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ പോയിന്റുകൾ, ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ ഞാൻ കാണിച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.